ഈ 2 വർഷമായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പലരും തന്നെ നമുക്ക് പ്രായമായി വരുന്ന കാര്യം അറിയുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 10 കാര്യങ്ങൾ നമ്മൾ മറന്നുപോയ 10 കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഈ 10 എണ്ണവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായമായി മക്കളെ. 10ാമത്തേത് ഫ്ലോപ്പി ഡിസ്ക്. 1971 ഏറ്റവും ആദ്യമായിട്ട് IBM ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടറിനകത്ത് ഈ ഒരു ഫ്ലോപ്പി ഡിസ്ക് ഇടുന്നൊരു ഡ്രൈവ് ഉണ്ടായി. ഏകദേശം 3.5 ഇഞ്ചാണ് ഈ ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം വരുന്നത്. ഇതിനകത്ത് 2.4 മെഗാബൈറ്റ് അഥവാ 2.4 MB ആയിരുന്നു ഇതിന്റെ ആക്ച്വൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫ്ലോപ്പി ഡ്രൈവ് ഈ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇട്ടിട്ട് അതിനകത്തുള്ള ഗെയിമുകൾ കളിച്ചൊരു കാലം. യെസ്, 2.8 MBയിലും ഗെയിമുകളുണ്ടായി. 9ാമത്തേത് ഇവനെ ആരെങ്കിലും കണ്ടു പരിചയമുണ്ടോ? പണ്ടത്തെ കാലത്ത് ഐക്കോണിക് ആയിട്ടുള്ള സ്പീക്കർ ആയിരുന്നു മെർക്കുറി സ്പീക്കർ, ഈ വെള്ള കളറിലെ സ്പീക്കർ. കാലക്രമേണ ഈ ഒരു വെള്ള സ്പീക്കർ മഞ്ഞയാവും തോറും നമുക്ക് അതിന്റെ പഴക്കം മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് വളരെ പേര് കേട്ടൊരു സ്പീക്കർ ആയിരുന്നു. കുറെ കൺട്രോൾസും 3D സറൗണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ അന്നേ കൊടുത്തിരുന്ന ഒരു കമ്പനിയായിരുന്നു. ഇന്ന് ഇവരുടെ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ കാണുന്നില്ല. എന്നാലും ഇത്തരത്തിലുള്ള വെള്ള കമ്പ്യൂട്ടറുകളുടെ കൂടെ നമുക്കൊരു മൗസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് മൗസ് തിരിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഒരു ചുവപ്പ കളർ LED, അല്ലെങ്കിൽ കണ്ണിൽ കാണാൻ പറ്റാത്ത ഇൻഫ്രാറെഡ് LED. പക്ഷേ ഞാനൊക്കെ ഏറ്റവും ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച സമയത്ത് ഈ മൗസിന്റെ അടിയിൽ ഉണ്ടായിരുന്നത് ഒരു ബോളായിരുന്നു. ഇരുമ്പിൽ റബ്ബർ വെച്ച് കോട്ട് ചെയ്തിരുന്ന ഒരു ബോള്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതായത് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ബോറടിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ് മൗസ് ധരിക്കുക, പുറകിലുള്ള ഈ ഒരു കവർ ഉരുക്കഴിഞ്ഞാൽ ഈ ബോൾ പുറത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ബോൾ ഉരുട്ടി കളിക്കുക എന്നുള്ളത് ചീത്ത കേൾക്കാറുണ്ട്, എന്നാലും ഒരു രസമായിരുന്നു അന്നത്തെ കാലത്ത്. സോ പണ്ടൊക്കെ ബോൾ ഉപയോഗിച്ചാണ് മൗസിന്റെ പോയിന്റർ ലൊക്കേഷൻ കണ്ടുപിടിച്ചിരുന്നത്. ഈ മൗസ് ഉണ്ടല്ലോ, ഇത് കമ്പ്യൂട്ടറിൽ കുത്തിയിരുന്ന ഇന്നത്തെ പോലെ USB കേബിളൊന്നും ഉപയോഗിച്ചല്ല. ഒരു പ്രത്യേകതരം ഒരു പോർട്ട് ഉണ്ടായി, പേഴ്സണൽ സിസ്റ്റം 2. ഈ PS2 പോർട്ട് എന്ന് പറയുന്നത് കീബോർഡുകൾക്കും മൗസുകൾക്കും ഉപയോഗിച്ചിരുന്ന 6 പിൻ കണക്ടർ ആയിരുന്നു. പച്ച കളർ ആണെങ്കിൽ അത് മൗസിനും, വയലറ്റ് കളർ ആണെങ്കിൽ അത് കീബോർഡിനും. സോ പണ്ടത്തെ കാലത്ത് USB വഴി കുത്താൻ പറ്റുന്നത് പെൻഡ്രൈവ് മാത്രമായിരുന്നു. സോ മൗസും കീബോർഡും ഇങ്ങനെയൊക്കെയായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് വേറെ സ്മാർട്ട് ഫോണിലേക്ക് ഒരു പാട്ട് അയക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി ആൻഡ്രോയിഡിലാണെങ്കിൽ നിയർ ബൈ ഷെയർ ഉണ്ട്, വൈഫൈ ഉപയോഗിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്ന്. അല്ലെങ്കിൽ ഒരു വഴിയില്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ പണ്ടത്തെ ഫോണുകളിൽ, പ്രത്യേകിച്ച് നോക്കിയ ഫോണുകളിൽ വേറൊരു പ്രത്യേകതരം ട്രാൻസ്ഫർ വഴി ഉണ്ടായിരുന്നു, ഇൻഫ്രാറെഡ് ട്രാൻസ്ഫർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്രാൻസ്ഫർ വഴിയായിരുന്നു ഇത്. അതായത് ഒരു ഫോൺ എടുക്കണം, മറ്റേ ഫോൺ എടുക്കണം, എന്നിട്ട് ഇത് രണ്ട് നേരെ പോയിന്റ് ചെയ്ത് പിടിക്കണം, ഇടയിൽ ഒബ്സ്റ്റക്കിൾ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ. എന്നിട്ട് രണ്ടെണ്ണത്തിൽ ഇൻഫ്രാറെഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഫോണിൽ നിന്നും ഇൻഫ്രാറെഡ് വഴി മറ്റേ ഫോണിലേക്ക് ഡേറ്റ എത്തുന്നതാണ്. പക്ഷെ ലൈൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ കട്ടാവും. അങ്ങനെയും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേറ്ററിന്റെ ആപ്ലിക്കേഷനകത്തോ പോയിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യുന്നു ഓൺലൈൻ വഴി. വളരെ എളുപ്പം. ഇതിന് മുന്നേ നമ്മൾ ഒരു കടയിൽ പോകുന്നു, എന്നിട്ട് ആ ചേട്ടനോട് എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ലിപ്പൊക്കെ നോക്കി പ്ലാൻ നോക്കിയിട്ട് പറയുന്നു, അവർ റീചാർജ് ചെയ്ത് തരുന്നു. എന്നാൽ ഏറ്റവും ആദ്യം നമുക്ക് സ്മാർട്ട് ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് 10 രൂപ 20 രൂപയുടെ ചെറിയ കൂപ്പൺ കിട്ടുമായിരുന്നു. ആൻഡ് ഈ കൂപ്പണിന്റെ പുറകിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇവിടെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു കോഡ് അല്ലെങ്കിൽ ഒരു നമ്പർ കിട്ടും. നമ്മുടെ സ്മാർട്ട് ഫോണിൽ *123* എന്നൊക്കെ അടിച്ചിട്ട് ഈ കോഡൊക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ റീചാർജ് ആവുന്നതായിരിക്കും. ഇത് ഓർമ്മയുള്ള ഒരു കള്ളം പറയരുത്. ഈ റീചാർജ് കടകളുടെ ചുറ്റും കിടക്കുന്ന സ്ക്രാച്ച് ചെയ്ത ചെറിയ ചെറിയ കൂപ്പണുകൾ എടുത്തിട്ട് അതിലുള്ള നമ്പർ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയിട്ടില്ലേ? എങ്ങാനും ഭാഗ്യവശാൽ റീചാർജ് ആയാലോ എന്ന്. ഞാനും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു സ്മാർട്ട് ഫോണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. വീഡിയോ കോൾ ചെയ്യണോ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വേണം. ടീംസിൽ മീറ്റിംഗ് കൂടണോ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. എന്തിനും ഒരു സെൽഫി എടുക്കണോ വ്ളോഗ് എടുക്കണോ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എൻ്റെ പൊന്നെ അതില്ലാണ്ട് നടക്കില്ല. പക്ഷേ 2012 ഏറ്റവും ആദ്യം ഫോണിൽ ഇറങ്ങിയപ്പോൾ ഇതിലൊന്നും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ഉണ്ടായില്ല. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ 2013 മേടിച്ചത് മൈക്രോമാക്സിന്റെ നിഞ്ച 3.5 എന്ന് പറഞ്ഞ ഒരു മോഡലായിരുന്നു. അതിനകത്തും ഫ്രണ്ടിൽ സെൽഫി ക്യാമറ ഉണ്ടായില്ല. സെൽഫീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പോലും അന്ന് അത്ര പോപ്പുലർ അല്ലായിരുന്നു. സെൽഫി എടുക്കണമെങ്കിൽ തന്നെ ബാക്ക് ക്യാമറ വെച്ച് എടുക്കണം. വീഡിയോ കോളും കാര്യങ്ങളൊന്നും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് പലരും അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഒക്ടോബറിൽ 5G വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്നാലും ഇപ്പോഴും 4Gക്ക് സ്പീഡില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. 3Gക്കും സ്പീഡ് കുറവാന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളിലെ നോർമൽ കീപാഡ് മൊബൈൽ ഫോണുകളിലൊക്കെ ഇന്റർനെറ്റ്, ഒരു പ്രോപ്പർ ഒപ്പേറ മിനി എന്നൊക്കെ പറയുന്ന ബ്രൗസറുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് WAP അഥവാ വാപ്പ് വെബ് പേജുകൾ ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിന് അവർ ഉപയോഗിച്ചിരുന്നത് GPRS ആണ്. സോ 5G 4G 3G എഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ആണ് ഈ ഒരു GPRS എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നത്.
ഉണ്ടായത്. അതിനകത്ത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ കുറച്ച് നേരം നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബാലൻസിൽ നിന്ന് കാശൊക്കെ പോകുന്നത് കാണുമ്പോണ്ടല്ലോ, ചിലപ്പോൾ അറിയാതെയൊക്കെ നമ്മൾ ഒപ്പര മിനി ബ്രൗസറൊക്കെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണിലൊക്കെ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ കാശ് പോയി കഴിഞ്ഞാൽ എൻ്റെ മോനെ പിന്നെ കിട്ടണ ചീത്ത കേൾക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമ്മൾ സ്ട്രീമിംഗ് സർവീസ് ഉപയോഗിക്കുന്നത് സ്പോട്ടിഫൈ അല്ലെങ്കിൽ വിങ്ക് മ്യൂസിക്, ആമസോൺ മ്യൂസിക്, അങ്ങനെ. ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ മെമ്മറി കാർഡുകൾ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നു, പാട്ട് കേൾക്കുന്നു. അതിനും മുന്നേ നമ്മൾ കടകളിൽ മെമ്മറി കാർഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് ചേട്ടാ പുതിയ പാട്ടുകൾ കയറ്റി തരുമെന്ന് പറയുന്നു. ആ ഒരു പാട്ടുകൾ മെമ്മറി കാർഡ് മേടിക്കുന്നു. MP3 പ്ലെയറുകളുണ്ട്, ചെറുത് മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന, അതിലിട്ട് അതിൽ ഇയർഫോൺ കുത്തി പാട്ട് കേൾക്കുന്നു. പക്ഷേ ഞാൻ ഏറ്റവും ആദ്യം കണ്ട MP3 പ്ലെയർ എന്ന് പറയുന്നത് വട്ടത്തിലായിരുന്നു. അതിനകത്ത് നമുക്ക് CD ഇടാൻ പറ്റുമായിരുന്നു. യെസ്, പണ്ടൊക്കെ പാട്ടുകൾ CD-യിലായിരുന്നു വന്നിരുന്നത്. നമ്മൾ പുതിയൊരു സിനിമയുടെ പാട്ടിൻ്റെ CD എടുക്കും. ആ ഒരു CD എടുത്തിട്ട് ഒരു CD ഡ്രൈവിനകത്തിട്ടിട്ട് ആ CD ഡ്രൈവിൽ നമ്മൾ ഇയർഫോൺ കുത്തിയിട്ട് ചെവിയിൽ വെച്ചുകൊണ്ട് CD ഡ്രൈവിൽ 2 ബാറ്ററിയൊക്കെ ഇട്ടിട്ടായിരുന്നു പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നത്. അതിന് മുന്നേ കാസറ്റ് വന്നായിരുന്നു. പക്ഷേ ഒരു CD ഡ്രൈവുള്ള MP3 പ്ലെയറുകൾ വളരെ പോപ്പുലർ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, പുറത്തൊക്കെ പോകുമ്പോൾ CD ഡ്രൈവൊക്കെ ആയിട്ട് ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ച് പോകുന്ന കാര്യം. അങ്ങനെ ഒരു കാലം. എന്നാൽ ഒന്നാമത്തത് ഭയങ്കര പഴക്കം കൂടുതലാണ്. ഞാനൊക്കെ നിസ്സാരം ഒരു വർഷമൊക്കെ ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആൻറ്റണ, TV ആൻറ്റണ. ഇന്നത്തെ കാലത്തെ പോലെ പണ്ട് ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സും ഡിഷ് ടിവിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വീടിന്റെ മുകളിലായിട്ട് ഒരു T ഷേപ്പിലുള്ള ആൻറ്റണയായിരുന്നു. ഈ ഒരു ആൻറ്റണ നമ്മൾ പ്രത്യേക ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ടിവിയിലുള്ള ചാനലുകൾ, ഫ്രീ ടു എയർ ചാനലുകൾ കിട്ടും. എങ്ങാനും ഇടിമിന്നലോ മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാക്കയൊക്കെ അതിന്റെ മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഫുള്ള് ഗ്രെയിൻസ് ആയിരിക്കും. ആൻഡ് അതിൽ നിന്നുമാണ് ആക്ച്വലി ഈ ഒരു ഗ്രെയിൻസ് സെറ്റപ്പ് ഇപ്പോൾ മീമിനൊക്കെ ഉപയോഗിക്കുന്ന പരിപാടി വന്നത്. സോ അതിന് ആക്ച്വലി വളരെ വലിയൊരു നോസ്റ്റും ഉണ്ട്. സോ നമ്മുടെ 10 കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി എന്ന് താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. 10 എണ്ണവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി എങ്കിൽ നമ്മളെല്ലാവരും പ്രായം ആയിക്കൊണ്ട് ഇരിക്കുവാണ്. പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് ആർക്കും ഇതൊന്നും ഓർമ്മ പോലും ഉണ്ടാവില്ല. എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 20,000 ലൈക്ക് കിട്ടുമോ നോക്കാം. ലെറ്റ്സ് സീ. 20,000 ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ചെയ്യാം. അതിനുവേണ്ടി സബ്സ്ക്രൈബും കൂടെ ചെയ്തു വയ്ക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.